Do you know how it feels to wake up from a beautiful dream? Or maybe waking up in someone else's dream? ആഷ്ലി, നിന്റെ അമ്മ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നീ എത്രമാത്രം നിന്റെ ലൈഫിൽ സഫർ ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ എൻ്റെ അമ്മയും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇപ്പം നിന്റെ അമ്മയോടെ കാണിക്കുന്ന ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം. And do you know what the worst part is? It's when you're being loved and given hope, but just to vanish into thin air, leaving you broken and empty. And you're lost. Sister, book എടുത്ത് വെച്ചേക്കാവോ? ശരി, എടുത്തു. ശരി. ഹലോ ആഷ്ലി, ഓർക്കുന്നുണ്ടോ? അന്ന് ആപ്പാടെ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടായിരുന്നു അമ്മയുടെ റിപ്പോർട്ട് അടി കൊണ്ടുവന്ന ഒരു സാറിനെ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? പ്രത്യേകിച്ചൊന്നുമില്ല, അമ്മ ഒന്ന് തലവെറ്റി വീണു. അപ്പോൾ BP ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അവിടുത്തെ ഒരു ആശുപത്രി കാണിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ പറഞ്ഞ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ. കാണിച്ച പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ. അന്ന് അമ്മയും കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ കുറച്ച് ദൂരെ താമസിക്കുന്നത്. മാത്രമല്ല അമ്മയ്ക്ക് ലീവൊക്കെ എടുക്കാൻ മടിയാണ്. ആഷ്ലിയുടെ പാരൻസ്? ആക്ച്വലി എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, കാണാം. ആഷ്ലി, നീ നേരത്തെ ഇവിടെ ചോദിച്ച ബുക്ക് ഇതല്ലേ? നീ വേണമെങ്കിൽ ഇതെടുത്തോ, നമ്മളിനി കാണുമ്പോൾ തന്നാൽ മതി. നീ വായിച്ചു തീർത്തോ? കൊള്ളാലോ, പെട്ടെന്നാണല്ലോ. പിന്നില്ലേ, ഞാൻ വിചാരിച്ചു നീ സ്ഥലം കണ്ടടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഓ, റോയ് താമസിക്കുന്നതൊക്കെ എവിടെയാ? ഞാനിവിടെ അടുത്ത റൂം എടുത്തിട്ടുണ്ട്. ആഷ്ലിയുടെ കൂടെ പാരൻസ് ആണോ? അല്ല, മമ്മ കൊച്ചിയിലാണ്. റോയുടെ പേരൻസ് ഒക്കെ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പപ്പ നേരത്തെ മരിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ഉള്ളപ്പോഴത്തേക്ക് അമ്മ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. റോയ് എന്താ ചെയ്യുന്നത്? ഞാൻ റിസർച്ച് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ലിറ്ററേച്ചറിലാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അന്ന് ലൈബ്രറിയിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് ലൈബ്രറി നീ ഉണ്ടായിരുന്നില്ലേ? നീ ഡോക്ടറല്ലേ? ഞാൻ ആക്ച്വലി നിൻ്റെ ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്നു. മെഡിസിനോ? മെഡിസിൻ. ഇവിടെ DHRM കേൾവിശക്തിയില്ലാത്ത കുട്ടികളില്ലേ, അവർക്ക് വേണ്ടി ഗവൺമെൻറ് ഫണ്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ശ്രുതി തരംഗം എന്ന് പറഞ്ഞിട്ട്. കോക്ലിയർ അതിൽ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റൊക്കെ എങ്ങനെ പോകുന്നു? I was falling in love with solitude. All I wanted was to stay away from people. From people who knew me. From people who knew my past. But I couldn't stand it anymore. Maybe that's why I let him into my world. നീ ഇപ്പോൾ ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളെ പറ്റി ആലോചിച്ചു. അയാൾക്ക് ആരെങ്കിലും കണ്ണ് റേറ്റ് ചെയ്തു, ട്രാൻസ്പ്ലാന്റ് സക്സസ് ആയി, അയാൾ കണ്ണു തുറന്ന് കാഴ്ചയിൽ കണ്ടു തുടങ്ങാം. പക്ഷേ ആൾക്ക് യാതൊരു സെൻസ് ഉണ്ടാവില്ല, ബിക്കോസ് ഹി ഹാസ് നെവർ സീൻ എനിത്തിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തൊട്ടെല്ലാം കാണിച്ച് പഠിപ്പിക്കണം. വി ഹാവ് ടു ട്രെയിൻ ഹിം ടു സീ നിറങ്ങളെയും ആളുകളെയും എല്ലാം. ഒരു ഹിയറിംഗ് പ്ലാൻ വെച്ച കുട്ടിയുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കില്ലേ? എക്സാക്ട്ലി. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, ഗോ ടു ദ ജെനസിസ്. അതൊരു മനുഷ്യൻ ആദ്യമായി കേൾക്കേണ്ടിയിരുന്ന, പക്ഷേ ഈ കുട്ടി കേൾക്കാൻ പറ്റാത്ത പോയ ശബ്ദങ്ങൾ. പക്ഷേ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങൾ അത് പലർക്കും പലതല്ലേ? It's the whole point actually. See, just think. ഇപ്പോൾ ഞാനാണെങ്കിലും നീ ആണെങ്കിലും ആദ്യമായിട്ട് കേട്ട ശബ്ദം ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം. ഏതാണ്ടെന്നല്ല, ഇറ്റ്സ് ആക്ച്വലി ദ സെയിം. നമ്മൾ ആ ശബ്ദങ്ങൾ തന്നെയാണ് ആർട്ടിഫിഷ്യൽ സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയാം, നമ്മുടെ അമ്മമാരുടെ ശബ്ദമല്ലേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ പല അമ്മമാർക്കും പല ശബ്ദമല്ലേ. Amidst everything that made me feel lonely, everything that led me astray, I was learning that I could still smile, that I could be happy, that I could fall in love again. And maybe he was right. The first sound that we hear, it had something to do with my life. നിന്റെ അമ്മ എന്നെ ഇന്നും വിളിച്ചായിരുന്നു. നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞു.
എന്ത് വാശിയായത്? ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയല്ലേ, ഓർക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. നീ റോയോട് നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. Maybe I believed, in spite of the mess my life had been, he would stay with me. Maybe I was not falling in love with him. I was falling in love with myself. അതെ ആഷ്ലി, എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, മൊബൈലിൽ വന്നതിന് ശേഷമേ ആൾക്കാർ നമ്മുടെ ഡിസ്റ്റൻസ് ഭയങ്കര കൂടിയിട്ടുണ്ട്. അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരിക്കലും ഉണ്ടാവില്ല. ആഹാ, എന്നെ അറിഞ്ഞേക്കട്ടെ. ഡു യു നോ സംതിങ്? ഒരാൾ ഏറ്റവും കൂടുതൽ പറയുന്നതും സംസാരിക്കുന്നതും എന്തിനെക്കുറിച്ചായിരിക്കും അറിയോ? ഇല്ല. അയാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച്. ആണോ? അല്ലേ? നീ എന്തിനെ പറ്റി ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്? അറിയില്ല, പക്ഷെ നീ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ? നിന്റെ അമ്മയെപ്പറ്റി. പക്ഷേ നീ ഇതുവരെ നിന്റെ വീട്ടുകാരെ പറ്റി പറയാൻ കേട്ടില്ലല്ലോ. എൻ്റെ വീട്ടിലെ സ്ഥിതി നിന്റെ വീട്ടിലെ പോലെ അല്ല റോയ്. നിന്റെ അമ്മയെ പോലെ അല്ല എൻ്റെ അമ്മ. തിങ്സ് ആർ നോട്ട് ദ സെയിം. എന്നോടല്ലേ? Not today. Not now. Now I already feel better. And he was making me feel better, making me feel safe. And it really hurts to miss him. That's why I came this far to see you, doctor. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഷ്ലി? അവൻ ഇത്രയൊക്കെ നീ അന്വേഷിച്ച് വരണമെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ മോർ ദാൻ എ ഫ്രണ്ട് ടു യു. അങ്ങനെ ഒരാളുടെ ഫോട്ടോയോ അഡ്രസ്സോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഹീസ് എ ടോട്ടൽ സ്ട്രേഞ്ചർ. അതർ ദാൻ ദിസ് ബുക്ക് ഹീസ് എ ടോട്ടൽ സ്ട്രേഞ്ചർ ആഷ്ലി. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ ഫാൾ ഇൻ ലവ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. പക്ഷെ എന്തോ അവനോടും അവൻ്റെ അമ്മയോടൊക്കെ എനിക്ക് വല്ലാത്ത അടുപ്പ് തോന്നി തുടങ്ങി. ഒരുപാട് നാളായി അറിയാവുന്ന പോലെ. സത്യത്തിൽ എനിക്കില്ലാതെ പോയതും അങ്ങനെ ഒരു അമ്മയായിരുന്നു. പക്ഷെ റോയ് വന്നതിന് ശേഷം എനിക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങി. And that's why I decided to tell him everything. കാര്യം പറ. റോയ്, എനിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ നിനക്കോ നിൻ്റെ അമ്മയ്ക്കോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഐ എം ആൻ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. അമ്മയോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല അച്ഛനെ പറ്റി. വല്ലാത്ത വിഷമം തോന്നുമായിരുന്നു അപ്പോൾ. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിന്നു. ഒന്നും അറിയാത്തവർ പോലും എന്നെപ്പറ്റി വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ആരോടൊക്കെയുള്ള വാശി ഞാൻ എൻ്റെ അമ്മയോട് തീർക്കാൻ തുടങ്ങി. ആഷ്ലി, do you know what is the first sound we hear? Roy, ഞാൻ പറഞ്ഞില്ലേ, this might have something to do with your life. I don't know, Roy. വെളിയിലുള്ള ഏത് ശബ്ദം കേൾക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ഏറ്റവും നല്ലപോലെ ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സ്വരം, അമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ സ്വരം. The first sounds we hear. ആക്ച്വലി ഞാൻ ചോദിച്ചോട്ടെ, do you hate your mother? അമ്മയോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല റോയ്. എനിക്കമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഞാനും. പക്ഷേ അമ്മ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന് ആലോചിക്കുമ്പോൾ നിനക്കറിയില്ല that how hard it is to live like this. നിനക്ക് ചെറുതാണെങ്കിലും ഒരു നല്ല ഫാമിലി ഉണ്ട്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ എനിക്കിന്ന് വിഷമമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ അമ്മയെടുത്ത് പോയിരിക്കും. ഒന്നും പറയില്ല, വെറുതെ അത് ചെറുതാ. അപ്പോൾ വീണ്ടും കേൾക്കാം അമ്മയുടെ ഹാർട്ട് ബീറ്റ്സ്. I feel safe again. പക്ഷെ എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ സൊസൈറ്റി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇപ്പോൾ തന്നെ നിൻ്റെ അമ്മയ്ക്ക് പോട്ടെ,
ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് എന്നെപ്പോലെ ഒരു പെൺകുട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കൂ? ഈ ഒരു പേടി കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഒറ്റപ്പെട്ടു. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ബട്ട് ഹി വാസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ടു മീ. So are you, Ashley. You are that special to me. In fact, you sustain my world. പിന്നെ എനിക്ക് എൻ്റെ അമ്മ അറിയാത്തോണ്ടാ. എനിക്കിഷ്ടമുള്ളതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നീ പേടിക്കണ്ട. പിന്നെ അമ്മ ഈ പഴഞ്ച നോട്ടിലേക്കുള്ള ആളൊന്നുമല്ല കേട്ടോ. പക്ഷെ റോയ്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി, ഈ പേടിയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയെങ്കിലും നീ എന്നെ നിൻ്റെ അമ്മയടുത്തൊന്ന് കൊണ്ടുപോകും. He didn't take you home, did he? ആ രാത്രിക്ക് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല, ഇന്നേ വരെ. ഹലോ ഹലോ മോളെ, I'm fine. ഇതാണോ നീ പറയുന്ന റോയ്? അതെ. I never wanted this to happen, Ashley. His name is not Roy. He is Matthew. And yes, I know him. He was my patient 3 years back. Disturbing condition it was. Dissociative fugue, it's called. അവന് 4-5 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ട അവൻ്റെ അമ്മ മരിച്ചു. അത് നേരിട്ട് കണ്ടതിൻ്റെ ഷോക്കാവാം, അല്ലെങ്കിൽ പിന്നീടുണ്ടായ ഒറ്റപ്പെടലാവാം. We don't know. He couldn't accept that loss. And his mind began to manipulate things. അവനോട് തന്നെ അത് പറഞ്ഞു തുടങ്ങി, അമ്മ ഉണ്ടെന്നും മരിച്ചിട്ടില്ലെന്നും. And that overpowered his reality. And he began living in his own world. No strings, no feelings. As if he didn't exist. But why me? തന്നെപ്പറ്റി ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് ഒന്നും അറിയാത്ത ആളെ കണ്ടെത്തി അവൻ അമ്മയുള്ളൊരു ലോകം അയാളുടെ മുമ്പിൽ കെട്ടിപ്പൊക്കും. ആ കഥ മുമ്പോട്ട് പോവില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ he just walks away and forgets everything. Then a new place, a new person and a new story. All he wanted was to create and sustain a world where his mother existed. അവൻ്റെ കഥ വിശ്വസിക്കുന്ന, അവന് അമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ടാമതൊരാൾ, അത് മാത്രമായിരുന്നു നീ അവന്. It was not to hurt you, neither an obsession with you. It was an obsession for the need of a person to believe in his story. You sustain my world. ആക്ച്വലി ആദ്യം റോയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല, ഒരു റിമോട്ട് പോസിബിലിറ്റി ആയിട്ട് പോലും കൺസിഡർ ചെയ്തില്ല. ബിക്കോസ് ഇൻ ഫാക്ട് ഐ തോട്ട് ഹി വാസ് ക്യൂർഡ്. അവൻ എങ്ങോട്ടാ ഡോക്ടർ പോയത്? വാട്ട് ഇഫ് വി ക്യാൻ ട്രേസ് ഹിം? ആക്ച്വലി ഡോണ്ട് ഗോ ആഫ്റ്റർ ഹിം. അവൻ പറഞ്ഞതൊക്കെ കള്ളങ്ങളായിക്കോട്ടെ, ഐ ക്യാൻ സ്റ്റിൽ അക്സെപ്റ്റ് ഹിം. ദാറ്റ് വാസ് റോയ്. അങ്ങനെ ആളില്ല. ഫോർ മാത്യു യു ആർ എ ടോട്ടൽ സ്ട്രേഞ്ചർ. It's a disease, Ashley. His mind makes him forget everything, including you. ഫ്യൂഗ് സ്റ്റേറ്റിൽ നടന്ന കാര്യങ്ങളോ കണ്ട ആൾക്കാരെയോ അവന് പിന്നെ ഓർക്കാൻ സാധിക്കില്ല. It would be like a blackout for him. Roy, Ashley, everything. Like a dream which he can never recollect. പണ്ട് ടീച്ചിങ്ങിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു.
ചിലപ്പോൾ അമ്മ ടീച്ചറായോണ്ടായിരിക്കാം. സോ ഓ, അമ്മ ടീച്ചറായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്? അമ്മ